നമസ്കാരം കേരള. ആലപ്പുഴ ചെന്നിത്തലയിൽ നിന്നും അതിക്രൂരമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആലപ്പുഴ ചെന്നിത്തലയിൽ ഒരു വീട്ടിൽ കയറി 5 പേരെ ഒരു യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു. വിവാഹാലോചന നിരസിച്ചതിന് ആ യുവതിയെയും അവരുടെ കുടുംബക്കാരെയുമാണ് ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കാരായ്മ സ്വദേശി മൂരാശിപ്പറമ്പിൽ റാഷുദ്ദീൻ, ഭാര്യ നിർമ്മല, മകൻ സുജിത്ത, മകൾ സജിന, റാഷുദ്ദീന്റെ സഹോദരി, ഭർത്താവ് എന്നിവരെയൊക്കെയാണ് ഇത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വീട്ടിലേക്ക് അതിക്രൂരമായി കടന്നു ചെല്ലുകയും ഇവരെ പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഇയാൾ ഈ പ്രതിയായ രഞ്ജിത്ത് വിവാഹം ആലോചിച്ചിരുന്നു. സജിനെ, അതായത് ഈ റാഷുദ്ദീന്റെ മകളെ സജിനയെ വിവാഹം ആലോചിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഈ സജിന വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം എന്നോണം ഇയാൾ വീടിന്റെ മുൻപിൽ വന്ന് വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ബഹളം കേട്ട് സജിന, വീട്ടുകാരൊക്കെ അയാളോട് മാറിപ്പോവാൻ പറഞ്ഞെങ്കിലും അയാൾ മാറിപ്പോയില്ല. അതിനുശേഷം സജിന പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അപ്പോൾ സജിനയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇത് തടയാനെത്തിയ ബാക്കി കുടുംബക്കാരെ ഇയാൾ ഓരോരുത്തരെയായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. എന്നാൽ സജിനയുടെ നില ഇപ്പോൾ വലിയ ഗുരുതരാവസ്ഥയിലാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വലിയ ക്രൂരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രണയ നൈരാശ്യം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതും കൊല്ലുന്നതും അതുപോലെ ആസിഡ് ഒഴിക്കുക, ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇപ്പോൾ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത് വലിയ ക്രൂരമായ ഒരു കുടുംബത്തിലുള്ള 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക്, അത്രയും ക്രൂരമായ ഒരു ചിന്താഗതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവാവിന് വലിയ രീതിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആദ്യം ഈ സജിനയുമായും രഞ്ജിത്തുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഇവർ ആലോചിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ, ഈ രഞ്ജിത്തിന്റെ സ്വഭാവത്തിലുള്ള സ്വഭാവ ദൂഷ്യം കണ്ടതിനെ തുടർന്ന് സജിന വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള തീരുമാനത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു അപകടത്തിലേക്ക് എത്തിച്ചേർന്നത് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. രാത്രി 10ഓടെയാണ് ഈ റാഷിദിന്റെ വീട്ടിലേക്ക് രഞ്ജിത്ത് കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി കാട്ടി ബഹളം വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏകദേശം രാത്രി 10 മണിയോടുകൂടി രഞ്ജിത്ത് ഈ റാഷിദിന്റെ വീടിന്റെ മുൻപിൽ വന്ന് ബഹളം വെക്കുകയായിരുന്നു. ഈ ബഹളത്തെ തുടർന്ന് സജിന പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് സജിനയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. ഇതേ തുടർന്ന് സജിനയുടെ കുടുംബക്കാർ, വീട്ടുകാരുമൊക്കെ പുറത്തേക്ക് ഓടി വന്നിരുന്നു. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവർക്കെതിരെ ഒക്കെ ഇങ്ങനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക, അവരെയൊക്കെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഈ രഞ്ജിത്ത് ചെയ്തത്. വലിയ ക്രൂരമായൊരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഇവരെയൊക്കെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും സജിനയുടെ അവസ്ഥ ഇപ്പോൾ വലിയ ഗുരുതരാവസ്ഥയാണ്. സജിനയുടെ നില വലിയ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.